ഹലോ എവരി വൺ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ് പാർട്ട് 2 ആണ്. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ലോജിക്കൽ റീസണിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മൾ ആർഗ്യുമെൻ്റ് എന്താണ്, ഡിഡക്റ്റീവ് ഇൻഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു, അതിൻ്റെ MCQs. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനാണ്. എക്സാം റിലേറ്റഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ മെയിൻലി പ്രൊപ്പോസിഷൻ 3 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ, സെക്കൻഡ് ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻ, 3 ഡിസ്ജങ്ഷൻ പ്രൊപ്പോസിഷൻ. അപ്പോൾ ഈ 3 ടൈപ്പിൽ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ഇതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ: there is a relationship between the subject and the predicate without any condition. ഇവിടെ പറയുന്നത് ഒരു കണ്ടീഷൻ ഇല്ലാതെ സബ്ജക്റ്റും പ്രിഡിക്കേറ്റും തമ്മിലുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റും പ്രിഡിക്കേറ്റും എന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ഡെഫിനിഷനായിട്ട് ഒന്ന് ഗോ ത്രൂ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓൾ ബീംസ് ആർ ലോക്സ്, എല്ലാ ബീംസും ലോക്സ് ആണ്. സെക്കൻഡ്, നോ റോഡ് ഈസ് സ്റ്റിക്ക്, ഒരു റോഡും സ്റ്റിക്കല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കാറ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് മെയിൻലി വരുന്നത് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ്റെ അണ്ടറിലാണ്. അതായത് ഒരു കണ്ടീഷൻ ഇല്ലാതെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊപ്പോസിഷനാണ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ്, ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻ: there is a relationship between subject and predicate which is asserted conditionally. അതായത് ഒരു കണ്ടീഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. സബ്ജക്റ്റും പ്രിഡിക്കേറ്റും തമ്മിൽ റിലേഷനിൽ ഒരു കണ്ടീഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇഫ് ഇറ്റ് റെയിൻസ് ഹി വിൽ നോട്ട് കം. ഓക്കെ, റെയിൻ ഉണ്ടെങ്കിൽ അവൻ വരില്ല. അപ്പോൾ റെയിനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊരു കണ്ടീഷനാണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന ടൈപ്പ് ഓഫ് പ്രൊപ്പോസിഷനാണ് നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്, ഡിസ്ജങ്ഷൻ പ്രൊപ്പോസിഷൻ. In a disjunctive proposition, the assertion is of alteration. Example: either he is brave or he is strong. either or വരുന്ന പ്രൊപ്പോസിഷനാണ് നമ്മൾ ഡിസ്ജങ്ഷൻ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുന്ന കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനാണ്. ഇപ്പോൾ ഒരു കണ്ടീഷൻ ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബേസിക്കലി 4 ടൈപ്പായിട്ടാണ് ഉള്ളത്. നമുക്ക് ഓരോ ടൈപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എ ആണ്. എ ടൈപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓൾ കാറ്റ്സ് ആർ മാമൽസ്. അതായത് ഓൾ എന്ന് പറയുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഇല്ലെങ്കിൽ പ്രൊപ്പോസിഷനെയും പറയുന്നതാണ് എ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഹൈലൈറ്റ് നോക്കാം. അതായത് ഓൾ ക്യാരി ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മൾ എ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇ ടൈപ്പ് എന്ന് പറയുന്നത് നോ കാറ്റ് ആർ മാമൽസ്. നോ ക്യാരി ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മൾ ഇ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ടൈപ്പ് എന്ന് പറയുന്നത് സം കാറ്റ്സ് ആർ മാമൽസ്. അതായത് കുറച്ച് കാറ്റ് മാമൽസ് ആണ്. അപ്പോൾ അവിടെ സമ്മ് വരുന്ന പ്രൊപ്പോസിഷനെയാണ് ഐ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒ എന്ന് പറയുന്നത് സമ്മും നോട്ടും. ഇവിടെ ഞാൻ ബോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നൊരു ഹൈലൈറ്റർ വെച്ചിട്ട് ഒന്ന് കാണാം. ഇപ്പോൾ സം നോട്ട് വരുന്ന പ്രൊപ്പോസിഷനാണ് നമ്മൾ ഓ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്ന് വെൻ ഡയഗ്രാം നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എ ടൈപ്പാണ്. എ ടൈപ്പ് എന്ന് പറയുന്നത് എല്ലാ കാറ്റും മാമൽസ് ആണ്. അതിൻ്റെ വെൻ ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റിനെ സി വെച്ചിട്ടും മാമലിനെ എം വെച്ചിട്ടുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ കാറ്റിനെ സി, പിന്നെ മാമൽസ് എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയും വരയ്ക്കാം, ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കാം, ഓർ ഇങ്ങനെയും വരയ്ക്കാം. ഇവിടെ കാറ്റും ഇവിടെ മാമൽസും. ഇവിടെ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാ കാറ്റ്സും മാമൽസാണ്. അപ്പോൾ കാറ്റ് സബ്സെറ്റാണ്.
ഓക്കെ, ഇതാണ് ഇതിൻ്റെ വെൻ ഡയഗ്രം വരിക. എല്ലാ കാറ്റും മാമൽസ് ആണ്. അപ്പോൾ അതിൽ എ ടൈപ്പാണ്. പിന്നെ സെക്കൻഡ്, നോ കാറ്റ് ഈസ് മാമൽ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റ്, പിന്നെ ഇവിടെ മാമൽസ്, അതായത് ഒരു കാറ്റും മാമലല്ല. ഇവിടെ സം കാറ്റ് ആർ മാമൽസ്, സം കാറ്റ് ആർ മാമൽസ് പറയും. കാറ്റ് സം ആണ്, പിന്നെ മാമൽസിന് എം. ഇവിടെ കുറച്ച് കോമൺ പോർഷൻ, അതാണ് സം കാറ്റ് ആർ മാമൽസ് വരുന്നത്. പിന്നെ വരുന്നത് സം കാറ്റ്സ് ആർ നോട്ട് മാമൽ. കാറ്റിലെ കുറച്ച് പോർഷൻസ് മാമലല്ല. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. കാറ്റിലെ കുറച്ച് പോർഷൻസ് മാമലല്ല. അപ്പോൾ മാമൽ ഇൻ ദ സെൻസ് ഇത് 100% ആണ്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഇതിന് വെൻ ഡയഗ്രം വരുന്നത്. ഇത് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നിരിക്കുന്ന പ്രൊപ്പോസിഷനിൽ ഏത് ടൈപ്പാണെന്നാണ്, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്. ഓള് എന്ന് പറയുന്നത് ഹൈലൈറ്റർ മിസ്സായല്ലോ. ഓൾ എന്ന് പറയുന്നത് എ ടൈപ്പ്, നോ എന്ന് പറയുന്നത് ഇ ടൈപ്പ്, സം എന്ന് പറയുന്നത് ഐ ടൈപ്പ്, സം നോട്ട് വരുന്ന പ്രൊപ്പോസിഷനാണ് നമ്മൾ ഓ ടൈപ്പ് എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്തിരിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, പ്രൊപ്പോസിഷൻ. അതായത് പ്രൊപ്പോസിഷൻ നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ. അതായത് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സപ്പോർട്ടിങ് എവിഡൻസ്, എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ അസേർഷൻ ദാറ്റ് എക്സ്പ്രസസ് എ ജഡ്ജ്മെൻറ്റൽ ഒപ്പീനിയൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഈസ് എ സെൻറ്റൻസ് ദാറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഗിവിങ് എ റിലേഷൻ ബിറ്റ്വീൻ ടു ടേംസ്. അതായത് രണ്ട് ടേംസിൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് ടേംസ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റും പ്രിഡിക്കേറ്റുമാണ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റും പ്രിഡിക്കേറ്റും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ നോക്കാം. ഇവിടെ ബേസിക്കലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മളൊരു പ്രൊപ്പോസിഷൻ തന്നിട്ട് ആ പ്രൊപ്പോസിഷൻ്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇവിടെ നമുക്കൊരു പ്രൊപ്പോസിഷൻ നോക്കാം. ഓൾ ഡോഗ്സ് ആർ മാമൽ. എല്ലാ ഡോഗ്സും മാമലാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഈ ഓൾ എന്ന് പറയുന്നത് ക്വാണ്ടിഫയർ എന്നാണ് പറയുന്നത്. ക്വാണ്ടിഫയർ. ഡോഗ് എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ആർ എന്ന് പറയുന്നത് കൊപ്പിയുള്ള. മാമൽസ് എന്ന് പറയുന്നത് പ്രിഡിക്കേറ്റ് ആണ്. പ്രിഡിക്കേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റുമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഒബ്ജക്റ്റിൻ്റെ പകരം ലോജിക്കൽ റീസണിങ്ങിൽ പ്രിഡിക്കേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രിഡിക്കേറ്റ് ടേം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് എല്ലാ ഡോഗ്സും മാമൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ക്വാണ്ടിഫയർ എന്താണ്? ക്വാണ്ടിഫയർ ഓൾ നോ സം ദേ സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി. ഓൾ നോ എന്ന് പറയുന്നത്, അതായത് ഇവിടെ സ്പെസിഫൈ ഓൾ നോ സം എന്ന് പറയുന്നത് സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രൊപ്പോസിഷനിൽ ആ എൻറ്റിറ്റീൻ്റെ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് നോക്കാം. ഓൾ നോ, ഓളും നോവും, അതായത് എയും ഇ ടൈപ്പും. ഓൾ എന്ന് പറയുന്നത് എ ആണ്, നോ എന്ന് പറയുന്നത് ഇ ആണ്. ഓക്കെ, അതെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഇറ്റ് റെഫേഴ്സ് ടു എവരി ഒബ്ജക്റ്റ് ഇൻ എ സെർട്ടൺ സെറ്റ്. യൂണിവേഴ്സൽ പറയാൻ കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രൊപ്പോസിഷനിൽ ആ ഡിസ്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ക്ലാസ് യൂണിവേഴ്സൽ. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കാം. ഓൾ ഡോഗ്സ് ആർ മാമൽസ്. ഇവിടെ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇല്ലെങ്കിൽ ആ സെറ്റിൽ എല്ലാ ഡോഗ്സും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. നമ്മളിപ്പോൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അണ്ടറിൽ വരുന്നത് എയും ഇയും ആണ്. എ ടൈപ്പും ഇ ടൈപ്പും കണ്ടെയ്ൻ ചെയ്യുന്ന പ്രൊപ്പോസിഷൻസിനാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രൊപ്പോസിഷൻ്റെ സെറ്റ് ഇല്ലെങ്കിൽ ക്ലാസ്
ഏതാണ് അതിൻ്റെ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്വാണ്ടിഫയർ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഓൾ ഡോഗ്സ് ആർ മാമൽസ്, എല്ലാ ഡോഗ്സും മാമൽസ് ആണ്. അപ്പോൾ ഇവിടെ ഡോഗ് എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിൽ ഡോഗ് ഹൈലൈറ്റർ നമുക്ക് എടുക്കാം. ഇവിടെ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്, ഇവിടെ എല്ലാ ഡോഗ്സും മാമൽസ് ആണ്. ഇപ്പോൾ നമ്മൾ ഡോഗ്സ് എന്ന് പറഞ്ഞ സെറ്റിൽ എല്ലാ ഡോഗ്സും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. ആസ് ഇറ്റ് റെഫേഴ്സ് ടു എവരി ഒബ്ജക്റ്റ് ഇൻ ദ സർട്ടൺ സെറ്റ്. അതുകൊണ്ടാണ് അത് യൂണിവേഴ്സൽ ആയത്. ഇനിയിപ്പോൾ സം അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ്, ഇതിനെയാണ് ഐ ഓർ ഓ ടൈപ്പ് എന്ന് പറയുന്നത്. അത് ഐനെ സമ്മെന്നും ഓനെ സം നോട്ട്. അത് സം നോട്ട് നേരത്തെ നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ നോക്കിയിരുന്നു. സമ്മ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്രൊപ്പോസിഷനാണ് ഐ എന്ന് പറയുന്നതും സം നോട്ട് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ഓ ടൈപ്പ് എന്ന് പറയുന്നത്. അതിനെ പെർട്ടിക്കുലർ ക്വാണ്ടിഫയർ എന്നാണ് പറയുന്നത്. കാരണം ആസ് ഇറ്റ് റെഫേഴ്സ് ടു അറ്റ്ലീസ്റ്റ് വൺ എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റ് ഇൻ എ സർട്ടൺ സെറ്റ്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓളാണ്. നമുക്കൊരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. സം ഡോഗ്സ് ആർ മാമൽസ്. ആ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡോഗ്സ് മാമൽസ് ആണ്. അപ്പോൾ അവിടെ ഡോഗ്സ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഡോഗ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കുറച്ചോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡോഗിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് സമ്മിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ട് അത് പെർട്ടിക്കുലർ ക്വാണ്ടിഫയർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ യൂണിവേഴ്സലും പെർട്ടിക്കുലറും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡോഗാണ്. അതായത് എബൌട്ട് വിച്ച് സംതിങ് ഈസ് ബീങ് സെഡ്. നമ്മൾ ആരെ പറ്റിയിട്ടാണോ പറയുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രിഡിക്കേറ്റ് എന്ന് പറയുന്നത് ആരെപ്പറ്റി നമ്മൾ എന്താണ് പറയുന്നത്, ദാറ്റ് വിച്ച് ഇസ് സെഡ് എബൌട്ട് സംതിങ്, അതിനാണ് പ്രിഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ ഡോഗ്സും മാമൽസ് ആണ്. അപ്പോൾ മാമലാണ് പ്രിഡിക്കേറ്റ് ആയിട്ട് വരുന്നത്, പ്രിഡിക്കേറ്റും. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡോഗാണ്. ഓക്കെ, കപ്യൂള എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് പ്രിഡിക്കേറ്റ്. അതായത് സബ്ജക്റ്റും പ്രിഡിക്കേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് കപ്യൂള യൂസ് ചെയ്യുന്നത്. ഇവിടെ ആർ, ഇത് എല്ലാ ഡോഗ്സും മാമൽസ് ആണ്. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ കപ്യൂള അല്ലെങ്കിൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കപ്യൂള. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ തരുന്ന പ്രൊപ്പോസിഷനിൽ സബ്ജക്റ്റ് ഏതാണ്, പ്രിഡിക്കേറ്റ് ഏതാണ്, ക്വാണ്ടിഫയർ ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാണ്ടിഫയർ ഒഴികെ ബാക്കി വരുന്നതാണ് സബ്ജക്റ്റ്. സെക്കൻഡ് ടേം സബ്ജക്റ്റ് ആണ്. പിന്നെ കൊപ്യൂള, തേർഡാണ് പ്രിഡിക്കേറ്റ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്വാളിറ്റി, അതൊരു പ്രൊപ്പോസിഷൻ്റെ ക്വാളിറ്റി എന്താണ്? കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ക്യാൻ ഹാവ് 2 ക്വാളിറ്റീസ്. 2 ക്വാളിറ്റീസാണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവിനെ തന്നെ പറയുന്നതാണ് എഫേർമേറ്റീവ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഓർ നെഗറ്റീവ്. 2 ക്വാളിറ്റിയാണുള്ളത്, എഫേർമേറ്റീവ് ഓർ നെഗറ്റീവ്. എഫേർമേറ്റീവിനെ പറയുന്നതാണ് പോസിറ്റീവ്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി എന്താണ് ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി പ്രൊപ്പോസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ ബി ഈസ് സി. ഇവിടെ ബിയും സി ഞാൻ ജസ്റ്റ് ഒരു വേരിയബിളാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വേറെയും എക്സാമ്പിൾ നമുക്ക് കൊടുക്കാം. മാമൽ, കാറ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഒരു ജനറലൈസ് ചെയ്ത ഒരു എക്സാമ്പിളാണ്. ഓൾ ബി ഈസ് സി. അപ്പം നമ്മൾ എന്താണ്, ഇത് ഏത് ടൈപ്പാണ് വരുന്നത്? എ ആണ്. കാരണം ഓൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ എന്ന് പറഞ്ഞാൽ ഓൾ ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ് എ ടൈപ്പ് വന്നത്. എല്ലാ ബിയും സി ആണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്താണ്? യൂണിവേഴ്സലാണ്. കാരണം ഓൾ എല്ലാ ബീസും സി ആണ്. അപ്പോൾ അത് യൂണിവേഴ്സലിൽ വരുന്നതാണ്. പിന്നെ ക്വാളിറ്റി എഫേർമേറ്റീവ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. കാരണം ഇവിടെ നെഗറ്റിവിറ്റി ഒന്നുമില്ല, എല്ലാം നെഗറ്റീവായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. എല്ലാ ബിയും സി ആണ്. അപ്പോൾ അത് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ എഫേർമേറ്റീവ് ആണ് ക്വാളിറ്റി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? യൂണിവേഴ്സൽ എഫേർമേറ്റീവ് ആണെന്ന് പറയാം. ഓൾ ബി സി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എഫേർമേറ്റീവ്. പിന്നെ ഇനി അടുത്ത് നമുക്ക് നോക്കാം. നോ ബി ഇസ് സി. നോ വരുന്നതുകൊണ്ട് ഇത് ഏത് ടൈപ്പാണ്? ഈ ടൈപ്പാണ്. അപ്പം നോ പറയുന്നത് ഈ ടൈപ്പാണ്. ക്വാണ്ടിറ്റി യൂണിവേഴ്സലാണ്. കാരണം ഒരു ബിയും സി അല്ല. അപ്പോൾ അവിടെ നമ്മൾ ഇൻഡിവിജ്വലി ബിയും സിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇൻഡിവിജ്വലിൽ അവരത് 100% ആണ്. ഓക്കെ, അതുകൊണ്ട് ക്വാണ്ടിറ്റി യൂണിവേഴ്സലാണ്, ക്വാളിറ്റി നെഗറ്റീവ് ആണ്. കാരണം നെഗറ്റീവ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോ പറയുന്നതുകൊണ്ടാണ്. ഒരു നെഗറ്റീവ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നെഗറ്റീവ് വരാനുള്ള കാരണം ക്വാളിറ്റി. പിന്നെ സം ബി ഇസ് സി എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സം വന്നതുകൊണ്ട് കുറച്ച് പൊസിഷൻസ് നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ അത് ഐ ടൈപ്പാണ്.
ഐ ടൈപ്പാണ്. സം വന്നതുകൊണ്ട് ക്വാണ്ടിറ്റി പെർട്ടിക്കുലർ ആണ്. പിന്നെ അവിടെ നെഗറ്റീവ് ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് അത് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, എഫർമേറ്റീവ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. പിന്നെ സം ബി ഈസ് നോട്ട് സി, അതായത് ബിയിലുള്ള കുറച്ച് പോർഷൻ സി അല്ല. അപ്പോൾ അവിടെ സം വന്നതുകൊണ്ട് ക്വാണ്ടിറ്റി പെർട്ടിക്കുലർ ആണ്. നോട്ട് വന്നതുകൊണ്ട് അതെന്താണ്, നെഗറ്റീവ്. ക്വാളിറ്റി എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊപ്പോസിഷൻ തന്നിട്ട് ക്വാണ്ടിറ്റി എന്താണ്, ക്വാളിറ്റി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ടൈപ്പ് എന്താണ്. ഓക്കെ, ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ. എ ഡിസ്ട്രിബ്യൂട്ടഡ് ടേം കവേഴ്സ് 100% ഓഫ് തിങ്സ് റെഫർഡ് ടു ബൈ ദ ടേം. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ടേമിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ആ ടേം എത്രത്തോളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 100% ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ടേം ആണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം. ഓൾ കാറ്റ്സ് ആർ മാമൽസ്. എല്ലാ കാറ്റ്സും മാമൽസ് ആണ്. അപ്പോൾ ഇവിടെ in this statement cat is distributed for it covers 100% of things referred to by the term cat. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വരച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റിനെ സി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, മാമലിനെ എം വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ എല്ലാ കാറ്റും മാമലാണ്. അപ്പോൾ കാറ്റ് എന്ന് പറയുന്നത് 100% കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കാറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവാൻ കാരണം. ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് കാറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ ഇറ്റ് കവേഴ്സ് 100% ഓഫ് തിങ്സ് റെഫർ ടു ബൈ ദ ടേം കാറ്റ്. കാറ്റ് എന്ന് പറഞ്ഞ ടേം, കാറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സബ്ജക്റ്റാണ്. ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് 100% ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ആ കാറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ എല്ലാ കാറ്റും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എല്ലാ കാറ്റും മാമൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് 100% എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മാമൽസ് എന്ന് പറയുന്നത് 100% ഇല്ല, അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ 100% ക്യാരി ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ എക്സാമ്പിൾ വെച്ച് വെൻഡഗ്രാം വെച്ച് കുറച്ചും കൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒന്നുമില്ല, നമ്മൾ ഓൾ വരുന്ന കേസിൽ 100% ആയിരിക്കും, ഓർത്തിരിക്കാം. ഇനി വേറെ കാറ്റഗറി വരുമ്പോൾ നമുക്ക് വേറെ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓൾ വരുന്ന കേസിൽ തരുന്ന ഫസ്റ്റ് സബ്ജക്റ്റ് എന്തായാലും 100% ആയിരിക്കും. പിന്നെ ആൻ അൺഡിസ്ട്രിബ്യൂട്ടഡ് ടേം കവേഴ്സ് ലെസ് ദാൻ 100% ഓഫ് തിങ്സ് റെഫർ ടു ബൈ ദ ടേം. അത് 100% എക്സിസ്റ്റ് ചെയ്യാത്തതിനാണ് നമ്മൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് ടേം എന്ന് പറയുന്നത്. ഇവിടുത്തെ നമ്മൾ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ കാറ്റും മാമൽസിൽ പറയുകയാണെങ്കിൽ മാമൽ എന്ന് പറയുന്നത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം ഇവിടെ 100% ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കാറ്റാണ്, മാമൽ അതിൻ്റെ പുറത്താണ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സെക്കൻഡ് എക്സാമ്പിൾ നമ്മൾ നോക്കാം. സം കാറ്റ് ആർ മാമൽസ്. ഇൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് കാറ്റ് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഫോർ ദ ടേം കവേഴ്സ് undistributed for the term covers less than 100% of things referred to by the term cats. അത് ഇവിടെ നമുക്ക് വെൻഡഗ്രാം വരച്ച് നോക്കാം. കാറ്റ് സി, മാമൽസ്. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ സം കാറ്റ് ആർ മാമൽസ്, കാറ്റിലെ കുറച്ച് പോർഷൻസ് മാമൽസ് ആണ്. അപ്പോൾ ഇവിടെ 100% നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് കുറച്ച് കാറ്റ്സിനെ മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സം കാറ്റ്സ് ആർ മാമൽസ്. അപ്പോൾ ആ കേസിൽ നമ്മൾ കാറ്റ് എന്ന് പറയുന്നത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ടേം ആണ്, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ക്യാരി 100%. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ടേം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ടേബിളായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാവും. ഫസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ. ഓൾ ബി ഈസ് സി. ഇവിടെ എ ടൈപ്പ് ആണ്. ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ നോക്കിയിരുന്നു, യൂണിവേഴ്സലാണ്. ക്വാളിറ്റി എഫർമേറ്റീവ് ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് സബ്ജക്റ്റ് പ്രിഡിക്കേറ്റ്. മെയിൻലി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സബ്ജക്റ്റും പ്രിഡിക്കേറ്റ് ആണ് നമ്മൾ രണ്ട് ടേമിൽ നമ്മൾ നോക്കാറ്. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓൾ ബി സിയിൽ ബി ആണ് സബ്ജക്റ്റ്, സി എന്ന് പറയുന്നത് പ്രിഡിക്കേറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എല്ലാ ബിയും സി ആണ്. അതിൽ ബി
ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, കാരണം എല്ലാ ബിയും അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ സി അവിടെ വെൻ ഡയഗ്രാം നമ്മൾ ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റത്തെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ ബി ഈസ് സി. ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്, പെൻ ടൈപ്പ് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ, ഇന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഓൾ ബി ഈസ് സി. അപ്പോൾ ഇതിൻ്റെ വെൻ ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ബി വരും, എല്ലാ ബിയും സി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ബിയും സി എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് 100% ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബി എന്താണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇവിടെ സി എന്ന് പറയുന്നത് 100% അല്ല, അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എല്ലാ ബിയും സി ആണ്, അപ്പോൾ അവിടെ ബി 100% ആണ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആണ് ബി വരുന്നത്, അപ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പ്രിഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, നോ ബി ഈസ് സി. അപ്പോൾ ഇത് ടൈപ്പ് ഏതാണ്, ഇ ആണ്, ബിക്കോസ് നോ വന്നതുകൊണ്ട് ഇ ആണ്. ക്വാണ്ടിറ്റി യൂണിവേഴ്സൽ ആണ്. പിന്നെ ക്വാളിറ്റി നെഗറ്റീവ് ആണ്, കാരണം നോ വന്നതുകൊണ്ട്. പിന്നെ ഇവിടെ നിന്ന് അറിയുന്നത് രണ്ടും സബ്ജക്റ്റും പ്രിഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം നമുക്ക് നോക്കാം സെക്കൻഡ് കേസ്, നോ ബി ഈസ് സി. ഇതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബിയും സി അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബിയും സിയും 100% ക്യാരി ചെയ്യുന്നുണ്ട്. ഇവർ റിലേഷൻ ഒരു ബിയും സി അല്ല. നമ്മൾ നോക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഇവർ ബിയും സിയും 100% ആണ് വരുന്നത്. അതുകൊണ്ട് ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, സബ്ജക്റ്റും പ്രിഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ബിയും സിയും. മൂന്നാമത്തെ കേസിൽ നമുക്ക് ഇവിടെ വരയ്ക്കാം. എഴുതാനൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം മൂന്നാമത്തെ കേസ് സം ബി ഈസ് സി. ഐ ടൈപ്പ് ആണ്, കാരണം സമ്മ് വന്നതുകൊണ്ട്. പിന്നെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താ, പെർട്ടിക്കുലർ ആണ്, ബിക്കോസ് സമ്മ് വരുന്നതുകൊണ്ട്. എഫർമേറ്റീവ് ആണ്, കാരണം നെഗറ്റീവ് വരുന്നില്ല. സം ബി ഈസ് സി പോസിറ്റീവ് ആണ്. പിന്നെ ഇവിടെ രണ്ടും സബ്ജക്റ്റും പ്രിഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ്. സം ബി ഈസ് സി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി വരച്ചു, സി വരച്ചു. സം ബി ഈസ് സി എന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് വരുന്നത്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, കാരണം ഇവിടെ 100% ബിൻ്റെയും സിൻ്റെയും നമ്മൾ കുറച്ച് പോർഷൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്, മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബിയും സിയും സബ്ജക്റ്റും പ്രിഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇനി നാലാമത്തെ കേസ് സം ബി ഈസ് നോട്ട് സി. ഓ ടൈപ്പ് ആണ്, കാരണം സമ്മും നോട്ടും വന്നു, അപ്പോൾ ഓ ടൈപ്പ് ആണ്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ആണ്, ബിക്കോസ് സമ്മ് വന്നുകൊണ്ട്. ക്വാളിറ്റി നെഗറ്റീവ് ആണ്, ബിക്കോസ് നോട്ട് വന്നതുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രിഡിക്കേറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ബി ആണ് സബ്ജക്റ്റ്, അത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പ്രിഡിക്കേറ്റ് സി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. വെൻ ഡയഗ്രാം വെച്ച് നമുക്കൊന്ന് നോക്കാം. 4 സം ബി ഈസ് നോട്ട് സി. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബീൻ്റെ കുറച്ച് പോർഷൻ, അതായത് ഇവിടെ നമുക്ക് നോക്കാം, ഇതാണ് ബീൻ്റെ കുറച്ച് പോർഷൻ, സം പോർഷൻ. ഇതെന്ന് പറയുന്നത് നോട്ട് സി ആണ്. ഇവിടെ നമ്മൾ ഈ റിലേഷൻ നമ്മൾ നോക്കുമ്പോൾ സി ഇൻഡിവിജ്വലി 100% ആണ് വരുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്നത് ബീൻ്റെ സം പോർഷനാണ്. അപ്പോൾ ആ കേസിൽ ബി അൺഡിസ്ട്രിബ്യൂട്ടഡും സി ഡിസ്ട്രിബ്യൂട്ടഡും ആണ്. ശ്രദ്ധിക്കുക, ബീൻ്റെ നമ്മളിവിടെ സം ബി ഈസ് നോട്ട് സി എന്നാണ് പറയുന്നത്. അപ്പോൾ ബീൻ്റെ സം വരുന്ന കാരണം അത് അൺഡിസ്ട്രിബ്യൂട്ടഡും, നോട്ട് സി എന്ന് പറയുന്ന കേസിൽ സി ഇൻഡിവിജ്വലി 100% ആണ്, അതുകൊണ്ട് അത് ഡിസ്ട്രിബ്യൂട്ടഡായി. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളും വെൻ ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനൊരു നിമോണിക് ഉണ്ട്, അതുകൊണ്ട്
പേടിക്കേണ്ട ആവശ്യമില്ല. നിമോണിക് ഒന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ടേമൊക്കെ ഈസിലി ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കളർ കോഡൊക്കെ അതുകൊണ്ടാണ് ഒന്ന് ആഡ് ചെയ്തത്, കുറച്ചും കൂടി ഒന്ന് ഈസിലി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് നിമോണിക് എന്താണെന്ന് നോക്കാം. നിമോണിക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന നിമോണിക് എന്ന് പറയുന്നത് ഈ ഒരു നിമോണിക്കാണ്. ആസ് ഇബ് ഇൻ ഊപ്പാണ്. ഈ നിമോണിക് എന്ന് പറയുന്നത് ഞാൻ പഠിച്ച, അതായത് ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ 2 ട്യൂട്ടർമാരെ ഫോളോ ചെയ്ത ഫസ്റ്റ് പേപ്പർ. ഒന്ന് നവദീപ് കൗറും ഒന്ന് തൽവീർ സാറും എന്ന് പറഞ്ഞ 2 ട്യൂട്ടർമാരാണ്. അപ്പോൾ അവർ തന്ന ടിപ്സും ട്രിക്സും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിമോണിക് എന്ന് പറയുന്നത് ആസ് ഇബ് ഇൻ ഊപ്പ് അവൻ്റെ തന്നെ കിട്ടിയതാണ്. അപ്പോൾ ആസ് ഇബ് ഇൻ ഊപ്പ് ഈ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രിഡിക്കേറ്റ് അല്ല, നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ ഏതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഏതാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ബോൾഡ് ലെറ്ററിൽ തന്നിരിക്കുന്ന എ ഇ ഐ ഒ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടൈപ്പാണ് പ്രൊപ്പോസിഷൻ്റെ. എ ടൈപ്പ്, ഇ ടൈപ്പ്, ഐ ടൈപ്പ്, ഒ ടൈപ്പ്. ഓക്കെ, അപ്പോൾ എ ടൈപ്പിൽ എസ് ആണ് സഫിക്സ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അറിയുന്നത് ഇതിൻ്റെ മീനിങ് ഉദ്ദേശിക്കുന്നത് എ ടൈപ്പിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അത് മാത്രം ഓർത്തിരിക്കാം. അപ്പോൾ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ പ്രിഡിക്കേറ്റ് എന്താണ്? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ്. എ ടൈപ്പിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമ്മളെന്താണ് എ ടൈപ്പിൽ സബ്ജക്റ്റ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പ്രിഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇതെന്താണ് ഒരു കളർ ചേഞ്ചൊക്കെ സ്ലൈഡിൽ നമുക്കത് റിമൂവ് ചെയ്യാം. ഓക്കെ, പോയി, കുഴപ്പമില്ല. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എ ടൈപ്പിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതാണ് നമ്മളിവിടെ നോക്കിയത്. എ ടൈപ്പിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രിഡിക്കേറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പിന്നെ ഷോർട്ട് കട്ടിൽ എ എസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സബ്ജക്റ്റ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ ടൈപ്പിൽ ബി ആണ് കൊടുത്തിരിക്കുന്നത്. ബി എന്ന് പറയുന്നത് ബോത്താണ്. അതായത് ഈ ടൈപ്പിൽ സബ്ജക്റ്റും പ്രിഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. ഈ ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിലെന്ന് പറയുന്നത് സബ്ജക്റ്റും പ്രിഡിക്കേറ്റും രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കണ്ടല്ലോ. ഇനി അടുത്തത്, ഇനി എന്ന് പറയുന്നത് ഐ ടൈപ്പിൽ എൻ ആണ്. എൻ എന്ന് പറയുന്നത് നണ്ണാണ്. നൺ, അതായത് ഐ ടൈപ്പിൽ സബ്ജക്റ്റും പ്രിഡിക്കേറ്റും രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ചെക്ക് ചെയ്തോളൂ. ഐ ടൈപ്പിൽ സബ്ജക്റ്റും പ്രിഡിക്കേറ്റും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. പിന്നെ ഊപ്പ് എന്ന് പറയുന്നത് അതായത് ഒ ടൈപ്പിൽ പ്രിഡിക്കേറ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, പ്രിഡിക്കേറ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ്. നോക്കൂ, ഒ ടൈപ്പിൽ പ്രിഡിക്കേറ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ്, ഇത് അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഈ ഒരു നിമോണിക് വെച്ചിട്ട് നമുക്ക് ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എക്സാമിനൊക്കെ നിമോണിക്കുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. അതായത് ഞാൻ ഒന്നും കൂടെ പറയാം. എ ടൈപ്പിൽ എന്ന് പറഞ്ഞാൽ എ ടൈപ്പിൽ സബ്ജക്റ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ്. പിന്നെ ഈ ടൈപ്പിൽ സബ്ജക്റ്റും പ്രിഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അതുകൊണ്ടാണ് ബി കൊടുത്തത്. ഐ ടൈപ്പിൽ സബ്ജക്റ്റും പ്രിഡിക്കേറ്റ് രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അതുകൊണ്ട് നൺ കൊടുത്തിരിക്കുന്നത്. ഒ ടൈപ്പിൽ പ്രിഡിക്കേറ്റ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് ഐ ടൈപ്പിൽ ഒന്നും ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല, രണ്ടും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഒ ടൈപ്പിൽ പ്രിഡിക്കേറ്റ് മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഈ നിമോണിക് ഓർത്തിരിക്കുക. ആസ് ഇബ് ഇൻ ഊപ്പ് ഹെൽപ്ഫുള്ളായിരിക്കും, ഒന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെഫറൻസ് ടു ദ പ്രൊപ്പോസിഷൻ നോ കാറ്റ് ആർ മാമൽസ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് എ സബ്ജക്റ്റ് ടേം മാമൽ ഡിസ്ട്രിബ്യൂട്ടഡ്, ബി പ്രിഡിക്കേറ്റ് ടേം കാറ്റ് അൺഡിസ്ട്രിബ്യൂട്ടഡ്, സി പ്രിഡിക്കേറ്റ് ടേം മാമൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, ഡി സബ്ജക്റ്റ് ടേം കാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് തന്നിരിക്കുന്ന പ്രൊപ്പോസിഷനിൽ ഏത് ടേമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഇതിന് മുന്നേ തന്നെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ അതിന് തന്നെ പ്രൊപ്പോസിഷൻ നമുക്ക് നോക്കാം. നോ കാറ്റ് ആർ മാമൽസ്. ഇത് ആൻസർ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് തന്നെ ഇത് ഏത് ടൈപ്പാണ്? ഈ ടൈപ്പാണ്. കാരണം നോ വന്നതുകൊണ്ട് ഈ ടൈപ്പാണ് വരുന്നത്, ഈ ടൈപ്പ്. അപ്പോൾ അതിന് തന്നെ അതിൻ്റെ ശേഷം നമ്മൾ നോക്കേണ്ടത് സബ്ജക്റ്റും പ്രിഡിക്കേറ്റുമാണ്. ഇതിലിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ
നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ടൈപ്പാണ്. കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റാണ്. മാമൽ എന്ന് പറയുന്നത് എന്താണ്? പ്രിഡിക്കേറ്റാണ്. ഓക്കെ, എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോ കാറ്റ് ഓർ മാമൽസിൽ ഇത് ഈ ടൈപ്പാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? എല്ലാം കൂടെ നമുക്കൊന്ന് ഓർത്ത് വെക്കാം. ഇന്ന് യൂണിവേഴ്സലാണ്. ഓക്കെ, നമ്മൾ മെയിൻലി ഇവിടെ വേണ്ട ആവശ്യം സബ്ജക്റ്റും പ്രിഡിക്കേറ്റാണ്. അത് മെയിൻലി ഐഡൻറ്റിഫൈ ചെയ്യാം. കാറ്റ് സബ്ജക്റ്റും മാമൽ പ്രിഡിക്കേറ്റുമാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടൈപ്പിൽ നമ്മൾ എന്താണ് നിമോണിക് എന്ന് ഓർത്ത് നോക്കുക. ആസ് ഇബ് എന്ന് പറഞ്ഞാൽ ആണ് വരുന്നത്. ഈ ടൈപ്പിൽ എന്താണ്? ഇവിടെ നമ്മൾ ആസ് ഇബ് ഇൻ ഊപ്പ്, ഇവിടെ വരുന്നത് ഈ ആണ്. ഈയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോത്ത് സബ്ജക്റ്റും പ്രിഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇങ്ങനൊന്ന് ഓർത്തിരിക്കുക. ഈ നിമോണിക് അതുകൊണ്ടാണ് പറയാൻ കാരണം. സബ്ജക്റ്റും പ്രിഡിക്കേറ്റും രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ബോത്ത് ബി വരുന്നതുകൊണ്ട്. നമുക്ക് സബ്ജക്റ്റ് എന്താ? കാറ്റാന്ന് മനസ്സിലായി. മാമൽ പ്രിഡിക്കേറ്റാണ്. ഇനി നമുക്ക് ആൻസറിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം. അതായത് സബ്ജക്റ്റ് പ്രിഡിക്കേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം. സബ്ജക്റ്റും മാമൽ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റും നമുക്ക് എന്താ മനസ്സിലായി? സബ്ജക്റ്റ് മാമലാണോ? അല്ല. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. ഇത് നമുക്ക് വേണ്ട, കാരണം സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? കാറ്റാണ്. ഓക്കെ, പ്രിഡിക്കേറ്റ് കാറ്റ് ഇസ് അൺഡിസ്ട്രിബ്യൂട്ടഡ്. പ്രിഡിക്കേറ്റ് ആണോ കാറ്റ്? അല്ല. അപ്പോൾ ഇതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പ്രിഡിക്കേറ്റ് ഏതാണ്? നമുക്ക് മാമലാണ്. അപ്പോൾ ഇവിടെ തേർഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം. പ്രിഡിക്കേറ്റ് മാമൽസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. പ്രിഡിക്കേറ്റ് മാമൽ ശരിയാണ്. മാമൽ പ്രിഡിക്കേറ്റുമാണ്, അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം ഈ ടൈപ്പിൽ രണ്ട് സബ്ജക്റ്റും പ്രിഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഇത് വരും. പിന്നെ സബ്ജക്റ്റും കാറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. കാറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റുമാണ്, അതും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും വരും. അപ്പോൾ CD ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഈ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക. സബ്ജക്റ്റും പ്രിഡിക്കേറ്റും നോട്ട് ചെയ്യുക. എന്നിട്ട് ഈ നിമോണിക് വെച്ചിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആൻസർ C and D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ദ പ്രൊപ്പോസിഷൻ സം കാറ്റ്സ് ആർ മാമൽ. തന്നിരിക്കുന്ന പ്രൊപ്പോസിഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എഫർമേറ്റീവ്, B എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവ്, C എന്ന് പറയുന്നത് പെർട്ടിക്കുലർ എഫർമേറ്റീവ്, D എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ്. തന്നിരിക്കുന്ന പ്രൊപ്പോസിഷൻ നമുക്ക് നോക്കാം. ഏതാണിത്? സം കാറ്റ്സ് ആർ മാമൽ. ഏതാണിത്? ഇവിടെ ഇത് തന്നിരിക്കുന്നത് സമ്മാണ്. സം എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണ്? ഐ ടൈപ്പാണ്. ഓക്കെ, സം എന്ന് പറയുന്നത് ഐ ടൈപ്പാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനാണ് ഇതൊക്കെ പറയുന്നത്. സം എന്ന് പറഞ്ഞാൽ ഐ ടൈപ്പാണ്. അപ്പോൾ ഇതിൽ ഐ വരുന്നതോളം എന്താണ്? അത് പെർട്ടിക്കുലറാണ്. അതിന് കറക്റ്റ് ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഐ വരുന്നതുകൊണ്ട് ഇതെന്താണ്? പെർട്ടിക്കുലറാണ്. പിന്നെ ഇവിടെ നെഗറ്റിവിറ്റി ഒന്നും വരാത്തതുകൊണ്ട്, നെഗറ്റീവ് അല്ലാത്തതുകൊണ്ട് ഇതെന്താണ്? ഇത് എഫർമേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പെർട്ടിക്കുലർ എഫർമേറ്റീവ് ആണ്. സം വരുന്നതാണ് പെർട്ടിക്കുലർ വരാൻ കാരണം. പിന്നെ എഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വരാൻ കാരണം അവിടെ നെഗറ്റീവ് നോട്ട് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എഫർമേറ്റീവ് പറയാനുള്ള കാരണം. ഐ ടൈപ്പാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പെർട്ടിക്കുലർ എഫർമേറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തിരുന്നത്. ക്വാണ്ടിറ്റി എന്താണ്, ക്വാളിറ്റി എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ അൺഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇപ്പോൾ പെർട്ടിക്കുലർ എഫർമേറ്റീവ് ആണ് കറക്റ്റ് ആൻസർ. പിന്നെ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത്, അത് സ്ലൈഡിൽ ഇൻക്ലൂഡ് അല്ല, ഞാനത് എഴുതിയിട്ട് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഞാൻ വേണ്ടി കണ്ടൻറ്റ് ആഡ് ചെയ്യാം. ചെന്നിട്ട് ഞാൻ ഒന്ന് എഴുതിയിട്ട് നമുക്ക് നോക്കാം. ഇതിന് അതായത് നമ്മൾ എ ടൈപ്പ് നമ്മൾ നോക്കി. ഓക്കെ, അതായത് പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ യൂണിവേഴ്സൽ
അതായത് യൂണിവേഴ്സിൽ വരുന്നതാണ് ഏത് എയും ഈ ടൈപ്പും. ഓക്കെ, നമുക്ക് എഴുതാം. എ എന്നറിയുന്നത് യൂണിവേഴ്സൽ എഫർമേറ്റീവ് ആണ്. എഫർമേറ്റീവ്. ഓക്കെ, ഈ യൂണിവേഴ്സലിന് വേറെ തന്നെ ഒരു പേരുണ്ട്, കംപ്ലീറ്റ് എന്ന് പറയും. കംപ്ലീറ്റ്. ഈ എഫർമേറ്റീവിന് ഇൻക്ലൂഷൻ എന്ന് പറയും. പിന്നെ ഈ ടൈപ്പ് ഏതാണ്? യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ് വരുന്നത്. ഇതിന് യൂണിവേഴ്സലിന് നമ്മൾ കംപ്ലീറ്റ് എന്ന് പറയും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. നെഗറ്റീവിന് നമ്മൾ എക്സ്ക്ലൂഷൻ എന്ന് പറയും. ഇതിന് ഓൾട്ടർനേറ്റ് ടേംസ് ആണ്. അതുകൊണ്ട് ഇത് രണ്ട് രീതി ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റണം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നത്. എ ഇ ഐ. ഐനെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പറയാറ്? പെർട്ടിക്കുലർ എഫർമേറ്റീവ് ആണ് നമ്മൾ ഐനെ പറയാറ്. എഫർമേറ്റീവ്. ഈ പെർട്ടിക്കുലറിന് വേറൊരു പേരാണ് പാർഷ്യൽ. എഫർമേറ്റീവിന് വേറൊരു പേരാണ്. അത് എഫർമേറ്റീവ് എന്ന് പറയുന്നത് സെയിം ആണ്, ഇൻക്ലൂഷനാണ്. ഇൻക്ലൂഷൻ INCLUSION അതാണ് സ്പെല്ലിങ്. പിന്നെ AEII ഓ ടൈപ്പിന് നമ്മൾ പറയുന്നതാണ് എന്ത്? പെർട്ടിക്കുലർ നെഗറ്റീവ്. പെർട്ടിക്കുലറിന് എന്താ നമ്മൾ പറയാറ്? പാർഷ്യൽ. PARTI പാർഷ്യൽ. നെഗറ്റീവിന് എന്താ നമ്മൾ പറയാറ്? എക്സ്ക്ലൂഷൻ. ഇത് എഴുതി മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിപ്പോൾ എഴുതി പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടേ എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ മെയിൻലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സലിന് പറയുന്ന പേരാണ് കംപ്ലീറ്റ്. അത് യൂണിവേഴ്സലിന് 100% ആണ്. അതിന് കംപ്ലീറ്റ് എന്ന് പറയുന്ന ഒരു ടേമും വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. എഫർമേറ്റീവിന് ഇൻക്ലൂഷൻ എന്നാണ് പറയാറ്. പിന്നെ നെഗറ്റീവ് വരുന്ന കേസിൽ എക്സ്ക്ലൂഷനാണ്. അതായത് ഇതിലിപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഇതൊന്ന് പറയാം. അത് പെർട്ടിക്കുലർ എന്ന് പറയുന്ന പാർഷ്യലും എഫർമേറ്റീവിന് ഇൻക്ലൂഷനുമാണ്. പിന്നെ നെഗറ്റീവിന് എക്സ്ക്ലൂഷനാണ്. അതായത് യൂണിവേഴ്സലിനെ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഈക്വൽ ടു കംപ്ലീറ്റ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് പെർട്ടിക്കുലറിനെ പറയുന്ന പേരാണ്. പെർട്ടിക്കുലർ ഈക്വൽ ടു പാർഷ്യൽ. പിന്നെ എഫർമേറ്റീവിനെ പറയുന്നതാണ് എന്ത്? ഇൻക്ലൂഷൻ. ഐ ആണ് ഇൻക്ലൂഷൻ. പിന്നെ നെഗറ്റീവിനെ പറയുന്നതാണ് എക്സ്ക്ലൂഷൻ. അത് EXCLUSION. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഓൾട്ടർനേറ്റ് പേരാണ്. ഒന്നുകൂടെ പറയാം. യൂണിവേഴ്സൽ എഫർമേറ്റീവിനെ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്. പോയിന്റർ ഇവിടെ. ഓക്കെ, യൂണിവേഴ്സൽ എഫർമേറ്റീവ് ഇത് എ ടൈപ്പിനെ പറയുന്നതാണ് കംപ്ലീറ്റ് ഇൻക്ലൂഷൻ. കംപ്ലീറ്റ് പറയാൻ കാരണം യൂണിവേഴ്സൽ ആയതുകൊണ്ടാണ് കംപ്ലീറ്റ് പറയുന്നത്. എഫർമേറ്റീവിന് വേറൊരു പേരാണ് ഇൻക്ലൂഷൻ. ഈ ടൈപ്പിന് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്നാണ് പറയാറ്. അതുകൊണ്ട് യൂണിവേഴ്സൽ വരുന്ന കേസിൽ കംപ്ലീറ്റ് ആണ്. നെഗറ്റീവ് വരുന്ന കേസിൽ നമ്മൾ പറയാറ് എക്സ്ക്ലൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേറെ പേരിൽ അറിയപ്പെടുന്നത് കംപ്ലീറ്റ് എക്സ്ക്ലൂഷൻ. ഐ ടൈപ്പ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ എഫർമേറ്റീവ് ആണ്. അതിൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത് പെർട്ടിക്കുലർന്ന് പാർഷ്യൽ എന്നാണ് പറയാറ്. എഫർമേറ്റീവ് സെയിം ആസ് ഇൻക്ലൂഷൻ. പിന്നെ ഓ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ നെഗറ്റീവ്. പെർട്ടിക്കുലറിന് വേറൊരു പേരാണ് പാർഷ്യൽ. നെഗറ്റീവിന് പറയുന്ന പേരാണ് എക്സ്ക്ലൂഷൻ. അപ്പോൾ പാർഷ്യൽ എക്സ്ക്ലൂഷൻ ഇതിൽ കംപ്ലീറ്റ് പെർട്ടിക്കുലർ പാർഷ്യൽ എഫർമേറ്റീവ് ഇൻക്ലൂഷൻ നെഗറ്റീവ് എക്സ്ക്ലൂഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേറൊരു പേരുകൾ ഓർത്തിരിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇതാണ് മെയിൻലി പറയാൻ ഉദ്ദേശിച്ചത്. കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ എന്താണെന്നും
നമ്മുടെ പ്രൊപ്പോസിഷൻ്റെ സ്ട്രക്ചർ എന്താണെന്നും ക്വാണ്ടിറ്റി ക്വാളിറ്റി എന്താണെന്നും പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് എ ടൈപ്പ് ഇ ടൈപ്പ് ഐ ടൈപ്പ് ഒ ടൈപ്പ് പ്രൊപ്പോസിഷൻസും ക്വാണ്ടിറ്റി ക്വാളിറ്റി സബ്ജക്റ്റ് എന്താണ് പ്രിഡിക്കേറ്റ് എന്താണ് കപ്യൂള പിന്നെ വരുന്നത് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പിന്നെ ഇതിൻ്റെ രണ്ട് ചോദ്യങ്ങളാണ് പിന്നെ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് പേരും. അപ്പോൾ മെയിൻലി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുവരെ പഠിക്കുക. ഓക്കെ, താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.